കേരളത്തിലെ അംഗനവാടികളിലെത്തുന്ന കുട്ടികൾക്ക് നമ്മൾ ബിരിയാണി വിളമ്പുന്ന കാലമാണ്. മുട്ടയുണ്ട്, പാലുണ്ട്, പോഷകാഹാര സമൃദ്ധമാണ് അംഗനവാടികളിലെ കുരുന്നുകൾക്ക് ഈ നാട് ഇന്നിപ്പോ നൽകി വരുന്നത്. ഇത് കാണുമ്പോഴെല്ലാം ഈ നാട്ടിലിരുന്ന് കുറ്റം പറയുന്ന സംഘീസ് ടീമുണ്ട്. ഞങ്ങളെ കേരളത്തിന്റെ അധികാരം തരൂ, ഭരണം തരൂ, ഞങ്ങൾ രാജ്യത്തിന്റെ മറ്റ് സംസ്ഥാനങ്ങളെപ്പോലെ ആക്കിത്തരാമെന്നുള്ള മോഹന വാഗ്ദാനം. അങ്ങനെയുള്ള ഇടത്ത് ഈ കുരുന്നുകളോട് എങ്ങനെയുള്ള അംഗനവാടിയിലെ 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അവിടെ എങ്ങനെയാണ് ഭക്ഷണം ഈ കാലഘട്ടത്തിലും വിതരണം ചെയ്യുന്നതെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. സംഘിസ്ഥാനായിട്ടുള്ള യുപിയിൽ നിന്നുള്ള ദൃശ്യം എന്നുള്ള നിലയ്ക്കാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. എങ്ങനെയാണ് അവിടുത്തെ കുട്ടികൾക്ക് പാൽ വിതരണം ചെയ്യുന്നത് നോക്കണം. ഗോമാതാക്കളുടെ സ്വന്തം ആൾക്കാരാണ്. ആ ഗോമാതാക്കളുടെ ആൾക്കാർ ഗോമാതാവിന്റെ പാലെടുത്ത് മര്യാദയ്ക്ക് പിള്ളേർക്ക് കൊടുക്കൂ. ദൃശ്യം നോക്കിയേ. आओ बच्चों दूध पियो। अभी रुक जाओ बेटा, थोड़ी देर रुको, ठीक है? बन जाए। करवाड़ू खाओ के कुआ चालत बचे। कितने बचे? एक कुआ चालत अभी बचे। अरे भाभी को पानी भरो, गिलास जो है पानी उनकी भाभी को उनकी भाभी को ढोलो ढोलो गिलास ढोलो। खाना कर। ए लाइन में आ जाओ, लाइन में सारे बच्चे लाइन से आ जाओ। एक एक क्लास करके आना, इकट्ठे ना आना। हाँ, एक एक करके आओ, इकट्ठे नहीं आना। स्कूल की बस എങ്ങനെയുണ്ട്? ഒരു തൊട്ടി വെള്ളത്തിൽ 2 കവർ പാല് പൊട്ടിച്ചൊഴിക്കുന്നു. ഗോമാതായുടെ ഒറിജിനൽ പാല് മൂത്ത സംഘികൾക്ക് വീട്ടിലിരുന്ന് കുടിക്കാനും പാവപ്പെട്ടവന്റെ അംഗനവാടിയിലെത്തുന്ന കുട്ടികൾക്ക് പാലും വെള്ളമെന്ന് നമ്മുടെ നാട്ടിൽ പറയാം. ഒരു തൊട്ടി വെള്ളത്തിൽ 2 കവർ പാല് കലക്കി ഇത്രയും കുട്ടികൾക്ക് കൊടുക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ നാട്ടിൽ വളരുന്ന കുട്ടികളുടെ ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ച് സർക്കാർ വൃത്തങ്ങൾക്ക് എന്തെങ്കിലും ചിന്തയുണ്ടോ? എന്തിനു ചിന്തിക്കേണ്ട കാര്യം? ഇവരെക്കുറിച്ചൊന്നും ആരും ആലോചിക്കേണ്ട കാര്യമില്ല. അവിടെ വലിയ ജാതിക്കാർക്ക് മാത്രവും അവരുടെ കുട്ടികൾക്ക് മാത്രമാണല്ലോ പരിഗണന കിട്ടേണ്ടത്. ഇതൊക്കെയാണ് നമ്മുടെ രാജ്യത്തിന്റെ ഓരോ കോണിലും ഇന്ന് നടക്കുന്ന അവസ്ഥ. നമ്മൾ ഏറ്റവും സുരക്ഷിതമായ ഇടങ്ങളിൽ നിന്ന് നമ്മുടെ നാട്ടിൽ ജനിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഒരേപോലെ വേർതിരിവില്ലാതെ പോഷകാഹാര സമൃദ്ധമായിട്ടുള്ള ആഹാരങ്ങൾ നൽകാൻ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ തയ്യാറാകുമ്പോൾ മറ്റിടങ്ങളിൽ നടക്കുന്നത് ഇമ്മാതിരി അനീതിയാണ്. ഈ കാഴ്ചകളൊക്കെ മറച്ചു വച്ചതിന് ശേഷം നിങ്ങൾ യുപി നോക്കൂ, ഗുജറാത്ത് നോക്കൂ എന്നൊക്കെ ഇവിടെ സവർണ തമ്പുരാന്മാരായിട്ടുള്ള BJP നേതാക്കന്മാർ വന്ന് വാചകമടിക്കുമ്പോൾ ദയവായി തിരിച്ചറിയുക, നാളുകളിൽ ഈ നാട്ടിലെ സാധാരണക്കാരന്റെ മക്കൾക്ക് വരാൻ പോകുന്ന അവസ്ഥ ഇതായിരിക്കും. അതുകൊണ്ടാണ് ആവർത്തിച്ച് പറയുന്നത്, തൊലിവെളുപ്പും കുറിയുമിട്ട് മുന്നമാരെ പോലെ വിനയാന്വിതരായി ചിരിച്ചുകൊണ്ട് വരുന്നവർ അവരുടെ ഉള്ളിലെ വിഷം മനസ്സിലാക്കണം. അവർക്ക് അധികാരം കിട്ടിയ ഇടങ്ങളിലൊന്നും സാധാരണക്കാരന് നീതിയോ അവന് വേണ്ട സഹായങ്ങളോ എത്തിക്കുന്നില്ല എന്നതിൻ്റെ തെളിവാണ്.
ഈ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം കേരളത്തിലിരുന്ന് അവനവൻ്റെ വീടുകൾക്ക് വേണ്ട സഹായങ്ങൾ എത്തിച്ചു തരുന്നവരെ കുറ്റപ്പെടുത്താൻ. ഈ അവസ്ഥയിൽ ജീവിക്കുന്നതായിട്ടൊന്ന് ആലോചിച്ചാൽ ഇവിടെ നിന്ന് കിട്ടുന്നത് കുറഞ്ഞുപോയി അല്ലെങ്കിൽ കിട്ടുന്നതിനെ കുറ്റം പറയുന്ന ആ ഒരു ചൊറിച്ചിൽ മനോഭാവത്തിന് കൃത്യമായിട്ടുള്ള ഉത്തരമാകും.